നോക്കാൻ പോകുന്നത് ഇറിഗേഷൻ ടോപ്പിക്കിൽ തന്നെ വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇറിഗേഷൻ എഫിഷ്യൻസീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടേംസും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്താണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് വാട്ടർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നു, all the water applied during irrigation may not reach the root zone of crops or is stored in the root zone or consumptively utilized. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാട്ടർ എല്ലാം എന്താണ് ക്രോപ്പിന്റെ റൂട്ട് സോണിൽ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത് റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്യോ റൂട്ട്സ് അബ്സോർബ് ചെയ്യോ ചെയ്യുന്നില്ല. ഓക്കെ, so the crop use of water depends mainly on how efficiently you are able to take water to the field and how efficiently it is being taken up by the crops. അതായത് ക്രോപ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മൾ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ വാട്ടർ ഫീൽഡിൽ എത്തിക്കുന്നു, അതുപോലെ തന്നെ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ആ വാട്ടർ ക്രോപ്പ് അബ്സോർബ് ചെയ്യുന്നു. ഇതിന് കുറച്ച് എഫിഷ്യൻസി ടേംസ് വരുന്നുണ്ട്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. So the efficiency of water use is also dependent upon availability of labor, the skill of laborers involved, ease of handling water, crops irrigated and soil characteristics. So water use ചെയ്യുന്ന എഫിഷ്യൻസി എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യും, ലേബറിന്റെ അവൈലബിലിറ്റി, എന്താണ് വാട്ടർ ഇറിഗേറ്റ് ചെയ്യുന്ന ലേബറിന്റെ സ്കിൽ, പിന്നെ ഈസ് ഓഫ് ഹാൻഡ്ലിംഗ് വാട്ടർ, ഏത് ക്രോപ്പിനെയാണ് ഇറിഗേറ്റ് ചെയ്യുന്നത്, അവിടുത്തെ മണ്ണിന്റെ ഘടന, ഇതിനെല്ലാം എന്താണ് വാട്ടർ യൂസ് ക്രോപ്പ് വാട്ടർ യൂസ് ചെയ്യുന്നതിന്റെ എഫിഷ്യൻസിനെ ഈ ഫാക്ടേഴ്സ് എല്ലാം എഫക്ട് ചെയ്യും. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ടേം ആണ് ഇറിഗേഷൻ എഫിഷ്യൻസീസ്. സോ വാട്ട് ഇസ് ഇറ്റ്? വാട്ടർ ലോസസ് ക്യാൻ ഒക്കർ അറ്റ് സെവറൽ പോയിന്റ്സ് ഫ്രം ദ സോഴ്സ് ടു ദ ടാർഗറ്റ്, ദാറ്റ് ഇസ് ദ ക്രോപ്പ്. അതായത് നമ്മൾ ഇറിഗേഷൻ അതിന്റെ സോഴ്സിൽ നിന്ന് ടാർഗറ്റ് ആയ ക്രോപ്സിലേക്ക് എത്തിക്കുന്ന ആ ഒരു റൂട്ടിൽ ഒത്തിരി സ്ഥലത്ത് നമുക്ക് വാട്ടർ ലോസ് ഉണ്ടാകും. ഒത്തിരി വേസിൽ നമുക്ക്, അതായത് ഒരുപാട് രീതിയിൽ നമുക്ക് വാട്ടർ ലോസ് ഉണ്ടാകും. സോ എന്തൊക്കെയാണ്? സോ ദിസ് ഇൻക്ലൂഡ്സ് ദ ലോസസ് കോസ്ഡ് ബൈ, ഫസ്റ്റ് പറയുന്നത് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓവർ ദ ഫീൽഡ്. ഫീൽഡില് വെള്ളം യൂണിഫോം ആയിട്ടായിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അത് ഒരു ഫാക്ടറാണ് എന്ത് വാട്ടർ ലോസ് വരാനുള്ള. നെക്സ്റ്റ് ഫാക്ടർ പറയുന്നത് വേസ്റ്റേജ് അറ്റ് ദ എൻഡ്സ് ഓഫ് ബോർഡേഴ്സ് ആൻഡ് ഫറോസ്. ഇപ്പോൾ നമ്മൾ പല ടൈപ്പ് ഇറിഗേഷൻ മെത്തേഡ്സ് പറഞ്ഞു. അപ്പൊ അതിൽ ബോർഡർ ആൻഡ് ഫറോ ഇറിഗേഷൻ ഒക്കെ വരുമ്പോൾ അതിന്റെ ബോർഡറിന്റെ ഫറോയുടെ ആ എൻഡിൽ, അതായത് സോഴ്സിൽ നിന്ന് ബോർഡറിലേക്ക് എത്തുന്ന ആ ഒരു ടൈമിൽ കുറച്ച് വേസ്റ്റേജ് ഉണ്ടാവാം, വെള്ളം വേസ്റ്റ് ആയി പോകാം. പിന്നെ പെർക്കുലേഷൻ ബിലോ ദ റൂട്ട് സോൺ ഡെപ്ത്, അതായത് പ്ലാന്റ്സിന്റെ ഒരു റൂട്ട് സോൺ ഡെപ്ത് ഉണ്ടാവുമല്ലോ, അപ്പം അത് കഴിഞ്ഞും വെള്ളം പെർക്കുലേറ്റ് ചെയ്ത് താഴോട്ട്, അതായത് സോയിൽ ഹൊറിസന്റെ താഴോട്ട് പെർക്കുലേറ്റ് ചെയ്ത് റൂട്ട് സോൺ ഡെപ്തിന്റെയും താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് ലോസ് ആണ്. കാരണം ആ വാട്ടർ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ വേസ്റ്റ് അല്ലേ ആ വാട്ടർ ഇവിടെ അപ്ലൈ ചെയ്തത്. സോ അങ്ങനെയും ഉണ്ടാകും. Then evaporation from the spray and retention on the foliage in case of sprinkler irrigation. സ്പ്രിംഗ്ലർ ഇറിഗേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്പ്രിംഗ്ലർ സ്പ്രേ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സ്പ്രേ ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ്, വാട്ടർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അല്ലേ, അപ്പൊ ഇവോപ്പറേഷൻ ലോസ്, ആ സ്പ്രേയിൽ നിന്ന് തന്നെ ഇവോപ്പറേഷൻ ലോസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ എന്താണ്, അത് സർഫസ് ഇറിഗേഷൻ ആണ്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഇറിഗേഷൻ മെത്തേഡാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അത് ഫോളിയേജ്, അതായത് ലീവ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ ലീവ്സിൽ നിന്ന് തന്നെ അത് ഇവോപ്പറേറ്റ് ചെയ്ത് നഷ്ടപ്പെടാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ കുറച്ച് ലോസസ് വരാനുള്ള, വാട്ടർ ലോസ് വരാനുള്ള കുറച്ച് റീസൺസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുൾ പ്ലാനിങ്, പ്രോപ്പർ ഡിസൈൻ ആൻഡ് എഫിഷ്യന്റ് ഓപ്പറേഷൻ ഓഫ് ദി ഇറിഗേഷൻ സിസ്റ്റംസ് ഇസ് എസെൻഷ്യൽ. ഓക്കെ, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് പ്രോപ്പർ ഒരു ഡിസൈൻ സ്കെച്ച് ഉണ്ടാക്കി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇറിഗേഷൻ സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറിഗേഷൻ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുള്ളൂ.
Okay, the concept of irrigation efficiencies have been evolved to indicate how efficiently available water supply is being used and how improvements can be made, resulting in more efficient irrigation systems. So, irrigation has to be evaluated from the time the water leaves the point of diversion until it is utilized by the plants. അപ്പോൾ ഈ ഇറിഗേഷൻ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവിടം തൊട്ട് നോക്കണം? നമ്മൾ എന്താണ് മെയിൻ സോഴ്സ് പോയിന്റിൽ നിന്ന് വെള്ളം വെള്ളം മീൻസ് വെള്ളം പോകുന്നത് തൊട്ട് അത് പ്ലാന്റ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് വരെ ആ ഒരു റൂട്ടിൽ എന്തൊക്കെ നടക്കും, ഏതൊക്കെ തരത്തിലുള്ള ലോസ് സംഭവിക്കും, അതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട്. So, as there are several steps in irrigation chain from the source to the root zone of crops, several irrigation efficiency terms have to be considered. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇറിഗേഷൻ സോഴ്സിൽ നിന്ന് റൂട്ട് സോണിൽ എത്തുന്നത് വരെ ഒത്തിരി റൂട്ട്സിലൂടെ ആയിരിക്കും അത് പാസ് ചെയ്ത് വരുന്നത്. ചിലപ്പം എന്താണ് പല സോയിൽ ടൈപ്പിലൂടെ ആയിരിക്കും വരുന്നത്, പല എന്താണ് ടെറൈനിൽ കൂടെ ആയിരിക്കും വരുന്നത്, പല ഇതായിരിക്കും, എന്താണ് സ്ലോപ്പ് പലതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് ഓരോന്നിനും ഓരോ തരത്തിലുള്ള എഫിഷ്യൻസി കാൽക്കുലേഷൻസ് ഉണ്ട്. സോ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ വാട്ടർ കൺവെയൻസ് എഫിഷ്യൻസി, വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി, വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി, ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി ആൻഡ് കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി. ഇത്രയും ആണ് ഇറിഗേഷൻ എഫിഷ്യൻസിക്കകത്ത് വരുന്ന ടേംസ്. ഇതിൽ ഓരോന്നായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി. എന്താണ് വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി? ഇറ്റ് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ the volume of water received at the farm gate to the quantity of water diverted out of the reservoir for that farm. Clear? അപ്പം ഒരു ടാർഗറ്റ് ഏരിയ ഉണ്ട്, ഒരു ഫാം ഉണ്ട്. ആ ഫാമിലേക്ക് നമ്മളൊരു സോഴ്സിൽ നിന്ന് വാട്ടർ തുറന്നു വിടുമ്പോൾ, ഇറിഗേഷന് വേണ്ടിയിട്ട് തുറന്നു വിടുമ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ എന്താണ് ഫാം ഗേറ്റിലേക്ക് വേണ്ടിയിട്ട് തുറന്നു വിടുന്നത്, അവിടെ നിന്ന് എത്ര വാട്ടർ ഫാമിൽ എത്തി, അതിന്റെ റേഷ്യോ ആണ് water conveyance efficiency. So the water conveyance efficiency is one of the earliest evolved concepts of irrigation efficiencies. This is most relevant when water comes from diversions, that is from streams or channels. വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ചാനൽ ഉണ്ടല്ലോ, ആ ഒരു റൂട്ടിന് ഒത്തിരി ഡൈവേർഷൻസ് ഉണ്ടെങ്കിലാണ് ഈ വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസിക്കുള്ള പ്രാധാന്യം വരുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് വരുന്നത്. So this is the most relevant when water comes from diversions from streams or channels. So in such cases, heavy losses on conveyance can occur. Clear? അപ്പം ഒത്തിരി ഡൈവേർഷൻസ് ഉണ്ടെങ്കിൽ ഒത്തിരി വാട്ടർ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. So this efficiency term is to evaluate this conveyance loss from source to the field. And it can be stated as EC equals WF by WS into 100. എന്താണ് EC എന്ന് പറയുന്നത്? വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി, ദാറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ആൻഡ് WF ഇസ് വാട്ടർ ഡെലിവേർഡ് അറ്റ് ദ ഫീൽഡ് ആൻഡ് WS ഇസ് വാട്ടർ ഡൈവേർട്ടഡ് ഫ്രം ദ സോഴ്സ്. So water delivered at the field divided by water diverted from the source, that source means stream or a reservoir, into 100, that is water conveyance efficiency. Clear? Next, what is water application efficiency? Water application efficiency എന്ന് പറയുന്നത് it is the ratio of water received at the root zone to water received at the field edge. Okay, എത്ര വെള്ളം റൂട്ട് സോണിൽ എത്തുന്നു, പിന്നെ എത്ര വെള്ളം നമ്മൾ ഫീൽഡ് എഡ്ജിൽ കൊടുക്കുന്നു. സോഴ്സ് എന്നല്ല, ഫീൽഡ് എഡ്ജിൽ എത്ര വെള്ളം കൊടുത്തു, അതിൽ എത്ര വെള്ളം റൂട്ട് സോണിൽ എത്തി, ഇതിന്റെ റേഷ്യോ ആണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. So the water conveyed to the field through diversions and conveyance structures from a source must be applied to the crops in such a way that maximum amount of water is stored in the root zone where it could be used by the crop. അതായത് ഒത്തിരി ഡൈവേർഷൻസിൽ കൂടെ വരുന്ന ഈ വാട്ടർ നമ്മൾ എങ്ങനെയാണ് നമ്മൾ it must be applied to the crops in such a way that മാക്സിമം എമൗണ്ട് ഓഫ്, അതായത് പ്ലാന്റ്സിന്റെ റൂട്ട് സോണിൽ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യണം. ഓക്കെ, സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന വാട്ടർ ആയിരിക്കുമല്ലോ ക്രോപ്സിന് യൂസ് ചെയ്യാൻ പറ്റുക.
സോ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ ക്രോപ്പ് സോണിൽ എത്തുന്ന രീതിയിൽ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി നമ്മൾ കൺസിഡർ ചെയ്യണം. Okay, then surface runoff from the fields and deep percolation below the root zone of the crops are the major losses during the process. Clear? So this irrigation efficiency is introduced to measure how much percentage of water delivered to the field is stored in the root zone. Clear? നമ്മൾ ഫീൽഡിൽ എത്ര വെള്ളം അപ്ലൈ ചെയ്യുന്നു അതിൽ എത്ര റൂട്ട് സോണിൽ കിട്ടുന്നുണ്ട്. സിമ്പിൾ. അതിനെയാണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ ഇതാണ്. EA is equal to WR divided by WF into 100. Okay, where EA എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആൻഡ് ഇറ്റ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. WF എന്ന് പറയുന്നത് വാട്ടർ ഡെലിവേർഡ് അറ്റ് ദ ഫീൽഡ് ആൻഡ് WR എന്താണ്? വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റൂട്ട് സോൺ ഡ്യൂറിംഗ് ഇറിഗേഷൻ. Clear? That is water stored in root zone during irrigation divided by water delivered at the field. WR by WF into 100 ആണ് water application efficiency expressed in percentage. And the water application efficiency, it may be very low in poorly laid surface irrigation systems. And it may be almost 100% in well laid. ഏതിലായിരിക്കും? well laid ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഇസ് 100%. ബിക്കോസ് ആ ട്യൂബ്സിലൂടെ കൂടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്രോപ്പിന്റെ റൂട്ട് സോണിൽ ഡയറക്റ്റ് ആയിട്ട് ഡ്രോപ്പ് ആയിട്ടാണല്ലോ വെള്ളം അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് 100% എന്താണ് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. പക്ഷെ മറ്റ് ഇറിഗേഷൻ സിസ്റ്റംസിലെല്ലാം വെരി പൂർ ആയിരിക്കും. അതായത് സർഫസ് ഇറിഗേഷൻ സിസ്റ്റം നമ്മളിപ്പോൾ ഒത്തിരി വഴിയിലൂടെയൊക്കെ വരുന്ന വെള്ളമാണെങ്കിൽ ലോസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. Okay, then for ordinary surface irrigation systems, the efficiency may be in the range of 60%. But sprinkler irrigation ആണെങ്കിൽ 75% ആണ് water application efficiency. And it may be still higher in drip irrigation and other micro irrigation systems. So drip irrigation ലും micro irrigation systems ലും ആയിരിക്കും water application efficiency higher ആയിട്ടുള്ളത്. Water application efficiency can be improved by ensuring correct depth of irrigation calculated based on soil characteristics and crop water requirement. അതായത് ക്രോപ്പിന് എത്ര വെള്ളം വേണം അതിനുള്ള ക്രോപ്പ് വാട്ടർ റിക്വയർമെന്റ് അത് നമുക്ക് അറിയാമായിരിക്കണം. പിന്നെ ആ സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സാൻഡി സോയിലാണോ ക്ലേ സോയിലാണോ, സോയിലിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന്റെ ബേസിസിൽ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ബേസിസിലായിരിക്കണം നമുക്ക് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എത്ര ഡെപ്തിൽ ഇറിഗേഷൻ വേണം എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ക്ലിയർ? സോ ലോസ് കുറയ്ക്കാൻ പറ്റും അങ്ങനെ. So in the case of surface irrigation methods, proper leveling and good irrigation practices are essential. Okay. So that's about water application efficiency. ഇനി പറയുന്നത് water storage efficiency. Water storage efficiency എന്ന് പറയുന്നത് it provides us an idea about the water actually stored in the effective root zone of the crop compared to the amount of water actually needed in the root zone prior to irrigation. So എന്താണ് water storage efficiency? It provides an idea about the water actually stored in the effective root zone of the crop. നേരത്തെ പറഞ്ഞത് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആണ്, എത്ര അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് റൂട്ട് സോണിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൽ എത്ര വാട്ടർ റൂട്ട് സോണിൽ എഫക്റ്റീവ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതാണ് വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി. സോ ഒന്നുകൂടെ വായിക്കാം. വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി പ്രൊവൈഡ്സ് us an idea about water actually stored in the effective root zone of a crop compared to the amount of water actually needed in the root zone prior to irrigation. Clear? അപ്പൊ അതിന്റെ ഇക്വേഷൻ പറയുന്നത് ES is equal to WR by WN into 100. Where ES എന്താണ്? Is the water storage efficiency. WR എന്ന് പറയുന്നത് water stored in the root zone during irrigation. Water stored in the root zone during irrigation. WN no, water needed in the root zone prior to irrigation. Okay. Certain conditions may prevent farmers from storing sufficient amount of water in the root zone. And again, these conditions can occur because of high cost involved in irrigation, insufficient supply of water, and the requirement of excessive time to secure adequate infiltration of water. അതായത്
certain conditions may prevent the farmers from storing sufficient amount of water in the root zone. അതായത് റൂട്ട് സോണിലെ വാട്ടർ സഫീഷ്യന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിൽ നിന്നും ചില കണ്ടീഷൻസ് ഫാമേഴ്സിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? ഹൈ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ഇറിഗേഷൻ കൂടുതൽ ചെലവ് വരുന്ന രീതിയിലാകുമ്പോൾ ഫാമേഴ്സ് ഇറിഗേറ്റ് ചെയ്യാൻ പഠിക്കും. പിന്നെ വാട്ടറിന്റെ സപ്ലൈ കുറവുള്ള ഏരിയാസിലാണെങ്കിൽ, അല്ലെങ്കിൽ ദ റിക്വയർമെന്റ് ഓഫ് എക്സസീവ് ടൈം ടു സെക്യൂർ അഡിക്വേറ്റ് ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടർ ആ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ആ റൂട്ട് സോൺ ഡെപ്ത് ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം എടുക്കുന്ന സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള സമയങ്ങളിൽ ഫാമേഴ്സ് അത് ചെയ്യാറില്ല. സോ ദ salt problems also require that water storage efficiency must be high in order to keep salts washed out of the surface soil. Clear? ഇനി നെക്സ്റ്റ് പറയുന്നത് എന്ന് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇറിഗേഷൻ വാട്ടർ throughout the root zone must be ensured for successful crop production. അതായത് ഈ എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി. അതായത് നമ്മൾ റൂട്ട് സോണിൽ എന്താണ് പ്ലാന്റ്സിന്റെ റൂട്ട് സോണിൽ ആ ഒരു പ്രൊഡക്ഷൻ പീരീഡിൽ ഫുൾ യൂണിഫോം ആയിട്ട് ഇറിഗേഷൻ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെൻ ഇറിഗേഷൻ വാട്ടർ ഇസ് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് മെനി പ്രോബ്ലംസ് ക്യാൻ ഹാപ്പൻ. അൺഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് വെള്ളം ഈവൻ ആയിട്ടല്ല ആ ഫീൽഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡ്രൗട്ട് ഏരിയാസ് മേ അപ്പിയർ ഇൻ ദ ഫീൽഡ് ഇൻ പാച്ചസ്. അതായത് ആ ഫീൽഡിൽ ഫുൾ നമ്മൾ യൂണിഫോം ആയിട്ട് വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചില ഏരിയാസിൽ മാത്രം വെള്ളം സഫീഷ്യന്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഡ്രൗട്ട് സിംറ്റംസ് കാണിക്കും ആ ഏരിയയിലുള്ള പ്ലാന്റ്സ് മാത്രം. സോ ഇറ്റ് വിൽ ബി ഫോംഡ് as പാച്ചസ് ഓഫ് ഡ്രൗട്ട് ഏരിയ, ഓക്കെ, ഇൻ ദ ഫീൽഡ്. Similarly, if there is a salt problem, those areas receiving less than the desired depth of water will show the highest accumulation of salts. അതായത് സോൾട്ട് പ്രോബ്ലം ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ യൂണിഫോം ആയിട്ട് ആ ഫീൽഡിൽ വാട്ടർ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ലെസ് വാട്ടർ കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, ലെസ് ഡിസൈഡഡ് ഡെപ്തിനേക്കാളും കുറച്ച് വെള്ളം കിട്ടുന്ന സ്ഥലത്തിൽ സോൾട്ടിന്റെ അക്യുമുലേഷൻ ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ സോൾട്ട് പ്രോബ്ലംസ് കൂടുതലായിരിക്കും ആ ഏരിയയിൽ, യൂണിഫോമിറ്റി ഉണ്ടാവില്ല. Water distribution efficiency is used to measure the extent to which water is uniformly distributed and stored in the effective root zone. Okay, clear? It will also provide a measure for comparison between irrigation methods, be it surface, sprinkler versus drip, then surface versus sprinkler, or any such method. അപ്പം ഈ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ്റെ ഒരു കമ്പാരിസൺ ചെയ്യാനും വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇ ഡി ഇസ് ഈക്വൽ ടു 1 - y ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു 100. എന്തൊക്കെയാണ് ഓരോന്ന്? ഇ ഡി എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി. ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഡ്യൂറിങ് ദ ഇറിഗേഷൻ. ഇറിഗേഷന്റെ സമയത്ത് എത്ര വെള്ളം എത്ര ഡെപ്തിൽ വെള്ളം സ്റ്റോർ ചെയ്തു, അതാണ് ഡി. ഓക്കെ, ദെൻ വൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ന്യൂമറിക്കൽ ഡീവിയേഷൻ ഫ്രം ഡി. ആ ഡെപ്ത് നിന്ന് എത്രത്തോളം ഡീവിയേറ്റ്, ഇറ്റ് ഇസ് എ ന്യൂമറിക്കൽ ഡീവിയേഷൻ ഒരു ടേം ആണ് ഫ്രം ഡി. ദാറ്റ് ഈസ് സോ ഇ ഡി ഇസ് ഈക്വൽ ടു 1 - y ബൈ ഡി ഇൻറ്റു 100. ഓക്കെ, അതാണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ടർ യൂസ് എഫിഷ്യൻസി ആൻഡ് വാട്ടർ പ്രൊഡക്ടിവിറ്റി. മെയിൻ ആയിട്ട് വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ യൂസ് എഫിഷ്യൻസിയും വാട്ടർ പ്രൊഡക്ടിവിറ്റിയും രണ്ടും മാറിപ്പോകാവുന്ന ടേംസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് ക്ലിയർ ആയിട്ട്. വാട്ടർ യൂസ് എഫിഷ്യൻസി വാസ് കൺസിഡേർഡ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ വാട്ടർ റിക്വയർമെന്റ്, ദാറ്റ് ഇസ് ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി, അല്ലെങ്കിൽ കൺസംപ്റ്റീവ് യൂസ്, ദാറ്റ് ഇസ് ക്രോപ്പ് വാട്ടർ യൂസ് എഫിഷ്യൻസി ഓർ കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി പറയാം. So the field water use efficiency is the yield of marketable crop produced per unit of water used in the field. അതായത് ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്ന പെർ യൂണിറ്റ് ഓഫ് വാട്ടറിന് എത്ര yield കിട്ടും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ yield of marketable crop produced per unit of water used in the field. Clear? It can be stated as EU
that is field water use efficiency expressed in kilogram per hectare mm is equal to y. Y എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റബിൾ ക്രോപ്പ് ഈൽഡ്. എത്ര ഈൽഡ് കിട്ടി, അതായത് പെർ യൂണിറ്റ് ഓഫ് വാട്ടറിന് എത്ര ഈൽഡ് കിട്ടി. ദാറ്റ് ഇസ് സിംപ്ലി വാട്ടർ യൂസ് എഫിഷ്യൻസി. ക്ലിയർ? So Y is the marketable crop yield in kg per hectare. And WR എന്ന് പറയുന്നത് എന്താണ്? Water requirement of the crop in depth. Okay, that is in mm. So the crop water use efficiency is the yield of marketable crop produced per unit of consumptive use of water. Okay, that is water use efficiency. Crop water use efficiency is equal to Y divided by Cu. That is crop water use efficiency is equal to marketable crop yield, that is Y in kilogram per hectare, and Cu, that is consumptive use of water in mm. Clear? So the use of the term efficiency as shown as confusing. Alle? So because the simple definition of any efficiency usually connotes a ratio or percentage. Simply നമ്മളൊരു എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റേഷ്യോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എനർജി അല്ലെങ്കിൽ വർക്ക് പെർഫോമൻസ് ഹീറ്റ് സ്റ്റോറേജ് എഫിഷ്യൻസി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ 90% or 70% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് റെപ്രസെന്റ് ദ പെർസെൻറ്റേജ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. ഓക്കെ, ബട്ട് ബോത്ത് ഹാവിംഗ് ദ സെയിം യൂണിറ്റ്സ്. പക്ഷെ ഇറിഗേഷന്റെ കാര്യം പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 10 mm ഓഫ് വാട്ടർ ഒരു ക്രോപ്പിന് കൊടുക്കുന്നു. അതിൽ ക്രോപ്പ് 8 mm മാത്രമേ അതിന്റെ മെറ്റബോളിക് യൂസിനും ട്രാൻസ്പിറേഷനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് 2 mm എന്താണ്? ഡ്രെയിനേജ് ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഇവോപ്പറേറ്റീവ് ലോസ് ആയിട്ടും ഒക്കെ പോയി. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാട്ടർ യൂസ് എഫിഷ്യൻസി മസ്റ്റ് ബി 80%, റൈറ്റ്? ദെൻ സോ ദ പ്രൊഡക്ടിവിറ്റി however is a different term. ഇത് വാട്ടർ യൂസ് എഫിഷ്യൻസി ആണ്. ഇൻ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വേറൊരു ടേം ആണ്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു what we can produce from a unit of input. Okay, it is a ratio of output to input. Clear? Productivity എന്ന് പറയുന്നത് it is a ratio of output to input, but both need not be the same unit. നമ്മൾ നോർമലി എഫിഷ്യൻസി പറയുന്ന പോലെയല്ല, ഇറിഗേഷനിൽ വരുമ്പോൾ it is എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും സെയിം യൂണിറ്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ വാട്ടർ പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി 50 kg grains per meter cube of water. ഓക്കെ, എന്താണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ദ പെർസെപ്ഷൻ ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി, ദ കൺസെപ്റ്റ് ഓഫ് വാട്ടർ പ്രൊഡക്ടിവിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മോൾട്ടൺ ഇൻ 1997. സോ അക്കോർഡിംഗ് ടു ഹിം വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നെറ്റ് റിട്ടേൺസ് ഫോർ എ യൂണിറ്റ് ഓഫ് വാട്ടർ യൂസ്ഡ്. നെറ്റ് റിട്ടേൺ ഫോർ എ യൂണിറ്റ് ഓഫ് വാട്ടർ യൂസ്ഡ്. അപ്പോൾ നേരത്തെ നമ്മൾ വാട്ടർ യൂസ് എഫിഷ്യൻസി, ക്രോപ്പ് വാട്ടർ യൂസ് എഫിഷ്യൻസി പറയുന്നത് നെറ്റ് റിട്ടേൺസ്, അതായത് നെറ്റ് റിട്ടേൺസ് ഇൻ ടേംസ് ഓഫ് ഈൽഡ്, ദാറ്റ് ഇസ് ഈൽഡ് പെർ യൂണിറ്റ് ഓഫ് വാട്ടർ ആയിരുന്നു നമ്മൾ വാട്ടർ യൂസ് എഫിഷ്യൻസി. വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിട്ടേൺ പെർ യൂണിറ്റ് ഓഫ് വാട്ടർ കൺസ്യൂംഡ്. ഈ റിട്ടേൺ എന്ന് പറയുന്നത് ഏത് ഫോമിൽ വേണമെങ്കിലും ആവാം. ഇറ്റ് ക്യാൻ ബി ബയോമാസ് ആവാം, റിട്ടേൺ ക്യാൻ ബി എ ഗ്രെയിൻ ഈൽഡ്, ദെൻ മീറ്റ് ഈൽഡ് ആവാം, മിൽക്ക് ഈൽഡ് ആവാം, ഇൻകം ആവാം, എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ആവാം, സോഷ്യൽ ബെനിഫിറ്റ്സ് ആവാം, എനർജി ആവാം, ന്യൂട്രീഷൻ ആവാം. സോ വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി. സോ റിട്ടേൺ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വേണമെങ്കിലും ആവാം. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഔട്ട്പുട്ടിന്റെയും ഇൻപുട്ടിന്റെയും യൂണിറ്റ് സെയിം ആവണമെന്നില്ല. സോ ദ വാട്ടർ കൺസ്യൂംഡ് ഇൻക്ലൂഡ്സ് evaporation, transpiration and water degraded. ഇനി എന്താണ് വാട്ടർ പ്രൊഡക്ടിവിറ്റി? സോ വാട്ടർ യൂസ് എഫിഷ്യൻസി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ക്ലിയർ ആയിട്ട് വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. വാട്ടർ പ്രൊഡക്ടിവിറ്റി ഇസ് എ കൺസെപ്റ്റ് ഓഫ് പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡിനോട്ട്സ് ദ എമൗണ്ട് ഓർ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഓവർ വോളിയം ഓർ വാല്യൂ ഓഫ് വാട്ടർ യൂസ്ഡ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത വാട്ടർ, അതായത് അപ്ലൈ ചെയ്ത വാട്ടറിന്റെ വാല്യൂ എന്താണ്? അതാണ് വാട്ടർ പ്രൊഡക്ടിവിറ്റി. ആ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം. ഇറ്റ് ക്യാൻ ബി ഇറ്റ് ഇസ് എനിത്തിങ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഇൻ റിട്ടേൺ ഫ്രം ദ water we are applying. Clear? The concept of water productivity becomes important when water is scarce. വെള്ളം കുറവുള്ള സമയത്താണ് വാട്ടർ പ്രൊഡക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ദ വാട്ടർ പ്രൊഡക്ടിവിറ്റി റെപ്രസെന്റ്സ് ദ ഔട്ട്പുട്ട് ഓഫ് എ ഗിവൺ ആക്ടിവിറ്റി ടു ദ വാട്ടർ ഇൻപുട്ട്. Water productivity, it is a useful indicator
for quantifying the impact of irrigation scheduling decisions with regard to water management. അതായത് വാട്ടർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എന്താണ് വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഇമ്പാക്റ്റിനുള്ള ഒരു യൂസ്ഫുൾ ഇൻഡിക്കേറ്റർ ആണ് എന്ത് വാട്ടർ പ്രൊഡക്ടിവിറ്റി. സോ വാട്ടർ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ. ക്ലിയർ? In crop production systems, water productivity is used to define the relationship between crop produced and the amount of water involved in production. It is expressed as crop production per unit volume of water. അതായത് ഇപ്പൊ സിസ്റ്റം ക്രോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം ആണെങ്കിൽ വാട്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തോരം ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്തു പെർ യൂണിറ്റ് ഓഫ് ദ വോളിയം ഓഫ് വാട്ടർ ദാറ്റ് വി ആർ അപ്ലൈങ്. ക്ലിയർ? ക്രോപ്പ് പ്രൊഡക്ഷൻ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ഡ്രൈ മാറ്റർ. അതായത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈൽഡ് ടോട്ടൽ ഡ്രൈ മാറ്ററിലാവാം, അല്ലെങ്കിൽ സീഡ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ സീഡ് ഈൽഡ് എടുക്കണം, അല്ലെങ്കിൽ ഗ്രെയിൻ ഈൽഡ് ആണെങ്കിൽ അങ്ങനെ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓർ വെൻ ഡീലിംഗ് വിത്ത് ഡിഫറെന്റ് ക്രോപ്സ് ഈൽഡ് മേ ബി ട്രാൻസ്ഫോംഡ് ഇൻ മോണിറ്ററി യൂണിറ്റ്സ്. ഓക്കെ, and more options are available to define the volume of water. Okay, at least 3 different water productivity indicators are possible from different options. അതായത് വെള്ളത്തിന്റെ വോളിയം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എല്ലാം കൺസിഡർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 3 ഡിഫറെന്റ് വാട്ടർ പ്രൊഡക്ടിവിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? 3. ഫസ്റ്റ് is WP1, that is grain or seed yield per water applied to the field. That is WP1, grain or seed yield. WP2 എന്ന് പറയുന്നത് ടോട്ടൽ ഡ്രൈ മാറ്റർ yield divided by water applied to the field. WP3 എന്ന് പറയുന്നത് ടോട്ടൽ മോണിറ്ററി വാല്യൂ per water applied to the field. So if the effectiveness of water used in a single crop is described, അതായത് ഫീൽഡിൽ ഒരു സിംഗിൾ ക്രോപ്പ് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്ടിവിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ WP1 ചെയ്യാം, അല്ലെങ്കിൽ WP2 ചെയ്യാം. ദാറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ഗ്രെയിൻ ഓർ സീഡ് ഈൽഡ്, അല്ലെങ്കിൽ ടോട്ടൽ ഡ്രൈ മാറ്റർ ഈൽഡ് പെർ യൂണിറ്റ് ഓഫ് വാട്ടർ അപ്ലൈഡ് ആണ്. ക്രോപ്പ് സിംഗിൾ ക്രോപ്പ് ആണെങ്കിൽ സോ ഇറ്റ് വിൽ ബി എ ഗുഡ് ഇൻഡിക്കേറ്റർ ഇൻ ദാറ്റ് കേസ്. If regions are compared, or the effectiveness of the water use in multiple cultures or under limiting water conditions without limiting land study, അങ്ങനെയുള്ള കണ്ടീഷനിൽ WP3 ആയിരിക്കും മോർ അപ്രോപ്രിയേറ്റ്. അതായത് മോർ ദാൻ 1 കൾട്ടിവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2 റീജിയൻ തമ്മിൽ കമ്പയർ ചെയ്യാനാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ WP3 അതായത് ടോട്ടൽ മോണിറ്ററി വാല്യൂ ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും മോർ beneficial. So WP3, that is total monetary value by water applied to the field, will be more appropriate in that case. So however, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് WP1, അതായത് വാട്ടർ പ്രൊഡക്ടിവിറ്റി 1, അതായത് ഗ്രെയിൻ ഓർ സീഡ് yield പെർ യൂണിറ്റ് ഓഫ് വാട്ടർ അപ്ലൈഡ് ടു ദ ഫീൽഡ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാട്ടർ പ്രൊഡക്ടിവിറ്റി. So for the WP1 equation, several variations depending upon the type of water used have been suggested. ഏതൊക്കെയാണ്? WP1ന്റെ കോമൺ ആയിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ടേംസ് എന്തൊക്കെയാണ്? WPT, that is grain yield divided by quantity of water transpired. WPT, water productivity T, that is grain yield by quantity of water transpired. Whereas ET is grain yield divided by quantity of water under evapotranspiration. അതിനാണ് ET എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. Then WPI is grain yield divided by quantity of water under irrigation. WPIR is grain yield by quantity of water by irrigation and rainfall. WPI-യും IR-ഉം, ഒന്ന് ഇറിഗേഷനും ഒന്ന് ഇറിഗേഷൻ ആൻഡ് റെയിൻഫോൾ. WPTOT, that is grain yield by quantity of all water inputs by irrigation, rainfall and capillary rise. ഓക്കെ, ഇനി ഇപ്പൊ ഇതിൽ ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്? ബ്രീഡേഴ്സ് ആണ്. ദേ ആർ മോസ്റ്റ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എമൗണ്ട് ഓഫ് വാട്ടർ ട്രാൻസ്പയർഡ്, ദാറ്റ് ഈസ് WPT. ഇനി ഫാമേഴ്സ് ആണെങ്കിലോ WP1, ദാറ്റ് ഈസ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഒപ്റ്റിമൈസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ. ഇറിഗേഷൻ വാട്ടർ കൊണ്ട് എത്രത്തോളം വാട്ടർ ട്രാൻസ്പയർഡ് ആയി, ഇതൊക്കെ ചെയ്യുന്നത് ബ്രീഡേഴ്സിന് ആയിരിക്കും അതൊരു കൺസേൺ ആയിട്ട് വരുന്നത്. പക്ഷെ ഫാമേഴ്സിന്റെ വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഏതാണ്? WPI, ദാറ്റ് ഈസ് ഒപ്റ്റിമൈസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ. WPI ആണ് അവർ കൺസിഡർ ചെയ്യുന്നത്.
ഇനി to regional water resource planners, so that who are interested in the amount of food that can be produced by total water resources. അതായത് റെയിൻഫോൾ അല്ലെങ്കിൽ ഇറിഗേഷൻ വാട്ടറിൽ നിന്നും എത്ര എമൗണ്ട് ഓഫ് ഫുഡ് ഉണ്ടാവുന്നുണ്ട് ഒരു റീജിയനിൽ നിന്ന്. അത് റീജിയണൽ വാട്ടർ റിസോഴ്സ് പ്ലാനേഴ്സ് ആയിരിക്കും അതിനെക്കുറിച്ച് മോർ കൺസേൺ ആയിട്ടുള്ള ഉണ്ടാവുക. So they consider the water productivity with respect to the total water input by irrigation and rainfall, that is WPIR, or to the total amount of water that can no longer be reused, that is evapotranspiration, WPET, may be more relevant. ഓക്കെ, അപ്പൊ ഇത് ആരൊക്കെയാണ് എന്താണ് ഈ പ്രൊഡക്ടിവിറ്റി ടേംസ്, വാട്ടർ പ്രൊഡക്ടിവിറ്റി ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. സംടൈംസ് വാട്ടർ പ്രൊഡക്ടിവിറ്റി ഈസ് കൺസിഡർഡ് ഇൻ ടേംസ് ഓഫ് ഇറിഗേഷൻ വാട്ടർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കൺസംപ്റ്റീവ് യൂസ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഇപ്പൊ വാട്ടർ യൂസ് എഫിഷ്യൻസിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലും ഇറ്റ് ഇസ് സംടൈംസ് കൺസിഡർഡ് ഇൻ ടേംസ് ഓഫ് ഇറിഗേഷൻ വാട്ടർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കൺസംപ്റ്റീവ് യൂസ് പ്രൊഡക്ടിവിറ്റി. എന്താണ് ഇറിഗേഷൻ വാട്ടർ പ്രൊഡക്ടിവിറ്റി? ദാറ്റ് ഈസ് grain out seed yield per unit of irrigation water applied. പെർ യൂണിറ്റ് ഇറിഗേഷൻ വാട്ടറിന് എത്രത്തോളം ഗ്രെയിൻ അല്ലെങ്കിൽ സീഡ് yield ഉണ്ടായി, അതാണ് ഇറിഗേഷൻ വാട്ടർ പ്രൊഡക്ടിവിറ്റി. ഇനി എന്താണ് കൺസംപ്റ്റീവ് യൂസ് പ്രൊഡക്ടിവിറ്റി? അതെന്താണ്? ദാറ്റ് ഇസ് ഗ്രെയിൻ ഓർ സീഡ് yield പെർ യൂണിറ്റ് ഓഫ് ക്രോപ്പ് ഇവോപ്പോട്രാൻസ്പിറേഷൻ. പെർ യൂണിറ്റ് ഇവോപ്പോട്രാൻസ്പിറേഷനിൽ നിന്ന് എത്ര ഗ്രെയിൻ അല്ലെങ്കിൽ സീഡ് yield ഉണ്ടായി, ദാറ്റ് ഇസ് കൺസംപ്റ്റീവ് യൂസ് പ്രൊഡക്ടിവിറ്റി.